അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് 20,000 രൂപ മേടിച്ചതിന് നിങ്ങൾ 20 ലക്ഷമെന്നും പറഞ്ഞാണ് കേസ് ഫയൽ ചെയ്തത്. അങ്ങനെയാണ് 20 ലക്ഷത്തിന് കേസ് വിധിയായി നിങ്ങൾക്ക് വീട് അനുവദിച്ചത്. പക്ഷേ എനിക്ക് എൻ്റെ വീട് വേണം, എൻ്റെ വീട് കിട്ടാതെ ഞാൻ ഒരു ഇഞ്ച് പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിന്, എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു, മാതാവിനെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ വീട് സ്ഥലം തരാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല, എനിക്ക് വേറെ പോകാൻ വഴിയില്ല. ഒരുപാട് കടങ്ങൾ ഹസ്ബൻഡ് ഉണ്ടാക്കി വെച്ചതുണ്ട്, നാട്ടുകാർ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ട്, ബാങ്കുകാരുടെ വിഷമങ്ങളുണ്ട്, പെൻഷൻ കിട്ടണമെങ്കിൽ ഇനി 3 മാസം 4 മാസമൊക്കെ എടുക്കും, മുന്നോട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മുറുക്കെ പിടിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വക്കീലിനോട് പറഞ്ഞു, വക്കീലെ 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. വക്കീൽ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ 20 ലക്ഷം രൂപ തരാതെ കണ്ട് അവർ കേസ് പിൻവലിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വക്കീലിനോട് പറഞ്ഞു, വക്കീലെ 20 ലക്ഷത്തിന് 20 രൂപ പോലും കൊടുക്കാൻ എൻ്റെ എനിക്ക് ഇപ്പം ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് വക്കീലെ എനിക്ക് വീട് വേണം എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ വീണ്ടും മാതാവിനോട് തന്നെ പറഞ്ഞു, മാതാവേ ഇനി മാതാവല്ലാതെ മറ്റാർക്കും എനിക്ക് ഈ വീട് തരാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഈ വീട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ അവരുമായിട്ട് സംസാരിച്ച് 3 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് കൃഷ്ണമ്മ, ഞാൻ മാരാരിക്കുളത്തുനിന്ന് വരുന്നു. 10/10/2022 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ ഹസ്ബൻഡ് ഒരു ആർമി ഓർഡിനറി ലെഫ്റ്റനൻ്റായിട്ട് റിട്ടയേർഡായ ആളായിരുന്നു. ഹസ്ബൻഡ് കുറേ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു, കാരണം ഇച്ചിരി വെള്ളമടിയൊക്കെ ഉണ്ടായിരുന്ന കാരണം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വന്ന് ഞങ്ങളുടെ വീട് സ്ഥലവും എല്ലാം ഒരു ബാങ്കിൽ അതിൻ്റെ ആധാരം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അതുകൂടാതെ കണ്ട് ഏതോ ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും പറ്റിച്ചീട്ട് കൊടുത്തിട്ട് 20,000 രൂപ എൻ്റെ ഹസ്ബൻഡ് മേടിച്ചു. അതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നോ കേസ് നടക്കുന്നുണ്ടെന്നോ ഈ കാര്യങ്ങളൊന്നും എനിക്കും എൻ്റെ മക്കൾക്കും വീട്ടിൽ അറിയില്ലായിരുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു, ഒരു പോലീസുകാരനോട് 20,000 രൂപ വാങ്ങിച്ചു, അത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു, പലിശ കൊടുക്കുന്നുണ്ട്, ഞാൻ ഉടനെ കൊടുക്കുമെന്ന് പറഞ്ഞ കാരണം അതിനെക്കുറിച്ച് പിന്നെ ഞങ്ങളൊന്നും അന്വേഷിച്ചില്ല. അങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ട് പോകെ എൻ്റെ ഹസ്ബൻഡ് മരിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കരമടയ്ക്കാനായിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് പറഞ്ഞ് കരമടയ്ക്കാൻ പറ്റില്ല, കാരണം ഇത് വേറൊരുത്തർക്ക് ഈ വീട് ആയി കിടക്കുകയാണ്, അവർക്ക് വിധിയായി കിടക്കുകയാണ്, ഇതൊരു കേസുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ, അല്ല കേസിൻ്റെ നമ്പർ തരാം, നിങ്ങൾ കോടതിയിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ കോടതിയിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ കേസ് ഒരു പോലീസുകാരനുമായിട്ട് ഉണ്ടായിരുന്നതായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് 20,000 രൂപ അയാളോട് വാങ്ങിച്ചിരുന്നു. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരനുമായിട്ടാണ് പോയി വാങ്ങിച്ചത്. അതിൽ ആ കൂട്ടുകാരൻ 5,000 രൂപ ഹസ്ബൻഡിനോട് വാങ്ങിച്ചിരുന്നു. 2 പേരും കൂടെ വെള്ളം അടിച്ചിരുന്നു. അതിനുശേഷം ഇതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വേറെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ആരാണ് ഈ പോലീസുകാരൻ, ആരുമായിട്ടാണ് ഈ കേസ് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അതിനകത്ത് ഹസ്ബൻഡ് 1-ാം പ്രതിയും ഞാൻ 2-ാം പ്രതിയുമാണ് പൈസ വാങ്ങിയതിലെന്ന് പറഞ്ഞു. ഞാൻ ഈ ആൾക്കാരെ ഒന്നും കണ്ടിട്ടുമില്ല, എനിക്കറിയുകയുമില്ല, ഈ കേസ് എങ്ങനെ നടന്നു, എങ്ങനെ വിധിയായി, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ കൂട്ടുകാരൻ്റെ ചോദിച്ച്, ഈ ആളുടെ വീട്, ഈ പൈസ വാങ്ങിയ ആളുടെ വീട് എവിടെയാണെന്ന് കാണിച്ചു തരാമെങ്കിൽ മറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞാൽ അത് അവിടെ സ്ഥലം പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ കോമയിലായിരുന്നു. എനിക്ക് അയാളുടെ വായിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, എവിടെയാണ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ വീട്ടിൽ വന്നു ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുമായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ നാളെ ഒന്ന് പോകുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനും പള്ളിയിലെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഒന്നും അറിയണ്ട, നീ പള്ളിയിൽ പോ, നാളെ ഞാനും വരാം, നീ അവിടെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവൾ വരാമെന്ന് പറഞ്ഞു. ഏതോ സാഹചര്യത്തിൽ അവൾക്ക് വരാൻ പറ്റിയില്ല.
ഞാൻ റെഡിയായിരുന്നു. ഞാൻ അവിടുന്ന് ഇവിടെ വന്നു, എല്ലാം ചോദിച്ചും പറഞ്ഞു ഉടമ്പടിയൊക്കെ എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, ആദ്യത്തെ നിയോഗം, മാതാവേ എനിക്കായ ആൾക്കാരാരാന്നൊന്ന് കണ്ടുപിടിച്ച് തരണം, എനിക്ക് അവരെ ആരും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോലീസുകാർ, വില്ലേജ് ഓഫീസർ, പോസ്റ്റ്മാൻ എല്ലാവരോടും ഈ അഡ്രസ്സിലുള്ള ആൾക്കാരെ വിളിച്ച് ചോദിച്ചു. അപ്പോഴൊക്കെ പറഞ്ഞു അവർക്കാർക്കും അറിയില്ല. പിന്നെ ഈ കോമയിൽ കിടക്കുന്ന ആളിൽ നിന്ന് ഒരിത് കിട്ടി, അവർ ജീവിച്ചിരിപ്പില്ല. ഒരു ആളുടെ പേര് പറഞ്ഞു, അയാളെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അയാളെ അന്വേഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ച്, നിങ്ങൾ ഇന്നടുത്തുനിന്ന് വരുന്നതല്ലേ, ഇന്നയുടെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ വീട് സ്ഥലവും എനിക്കിഷ്ടപ്പെട്ട്, അതങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പന്തികേടായിട്ട് തോന്നി, ഇതിലെന്തൊക്കെയോ ചതി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടുന്ന് ഇവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞു. ഞാൻ അന്ന് 2 പ്രാവശ്യം ഇവിടെ മാതാവിനോട് വന്ന്, ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം 3ാമത്തെ ദിവസം 2 പ്രാവശ്യം ഞാനിവിടെ വന്ന്. ആദ്യം അവിടെ പോയി ആളെ അന്വേഷിച്ചു, പിടികിട്ടിയില്ല. 2ാമത് ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പോലീസുകാർക്കറിയില്ല, വില്ലേജ് ഓഫീസർക്ക് അറിയില്ല, പോസ്റ്റ്മാൻ അറിയത്തില്ല, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, മാതാവ് എന്നെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. വീണ്ടും ഇവിടുന്ന് ഞാൻ പോയി അവിടെ ചെന്ന് ചേർത്തല അവിടെ ഞാൻ നിന്നിട്ട് ഞാനിങ്ങനെ എവിടെ തുടങ്ങണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പം ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു അപ്പച്ചൻ നിൽക്കുന്നു. ഞാൻ ആ അപ്പച്ചൻ്റെ അരികെ നടന്നു ചെന്നിട്ട് അപ്പച്ചനോട് ചോദിച്ച്, അപ്പച്ച ഈ അഡ്രസ്സിലുള്ള ആൾക്കാരെ ആരെങ്കിലും ഈ സ്ഥലം എവിടെയാണെന്നോ ഇതെന്താണെന്ന് അപ്പച്ചൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഒരു നിമിഷമൊന്നും പറഞ്ഞ് അപ്പച്ചനകത്ത് പോയി വെച്ചും അപ്പച്ചൻ ആരോടോ ഫോൺ ചെയ്തിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ അന്വേഷിക്കുന്ന അഡ്രസ്സ് ഇതാണ്, പക്ഷേ ആ അഡ്രസ്സിൽ പോലീസുകാരും ഇല്ല, അവർ വിദേശത്ത് ജോലിയുള്ള ആൾക്കാരാണ്, എന്തായാലും നീ അവിടെ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഞാനെങ്ങനെ ആ വീട്ടിലേക്ക് ചെന്ന് അവരോട് ചോദിച്ച് ബെല്ലടിച്ചപ്പോൾ ആ കുട്ടി, ഒരു പെൺകുട്ടിയാണ് ഇറങ്ങി വന്നത്. ആ കുട്ടി അന്നേരം ഞാൻ പറഞ്ഞു, മോളെ ഈ പറയുന്ന പേരുകാരുടെ വീടാണോ ഇത്, ഈ വീട് ഈ അഡ്രസ്സിലെ വീടാണോ ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനോ അമ്മയോ ഉണ്ടോ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ച്. അപ്പം ചോദിച്ചു, എന്താണ് ചേച്ചി? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനും അമ്മയും എൻ്റെ ഹസ്ബൻഡുമായിട്ട് എന്തോ ഒരു കേസുണ്ട്, എനിക്ക് അതിൻ്റെ വിശദമായി ഒന്നും അറിയാൻ മേല, അതിനാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ആൾ എന്നോട് പറഞ്ഞിരുന്നു ഇയാളൊരു ഗുണ്ടയാണെന്ന്. അപ്പോൾ ഈ ആൾ പുറത്തേക്ക് വന്നപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴും ഒരു ഗുണ്ട ലുക്കൊക്കെ തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, സാറാണോ ഗുണ്ടയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ഗുണ്ടയൊന്നും അല്ല, ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ഈ കേസ് എങ്ങനെ വന്നു സാറേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കേസ് വന്നത് ഞാൻ വിദേശത്ത് ജോലി ചെയ്തപ്പം എൻ്റെ വൈഫിന് ഒരുപാട് പൈസ വീട്ടിലെ ആവശ്യത്തിന് അയക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ അവിടെ വാടകയ്ക്ക് ഒരു പോലീസുകാരൻ താമസിച്ചിരുന്നു. അയാൾ എൻ്റെ വൈഫിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബ്ലെയിനിന് കൊടുക്കുമായിരുന്നു, ബിനാമിയാക്കി എൻ്റെ ഭാര്യയെ നിർത്തിക്കൊണ്ട് പൈസ വാങ്ങി ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് 20,000 രൂപ മേടിച്ചതിന് നിങ്ങൾ 20 ലക്ഷമെന്നും പറഞ്ഞാണ് കേസ് ഫയൽ ചെയ്തത്. അങ്ങനെയാണ് 20 ലക്ഷത്തിന് കേസ് വിധിയായി നിങ്ങൾക്ക് വീട് അനുവദിച്ചത്. പക്ഷേ എനിക്ക് എൻ്റെ വീട് വേണം, എൻ്റെ വീട് കിട്ടാതെ ഞാൻ 1 ഇഞ്ച് പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിന്, എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു, മാതാവിനെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ വീട് സ്ഥലം തരാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല, എനിക്ക് വേറെ പോകാൻ വഴിയില്ല, ഒരുപാട് കടങ്ങൾ ഹസ്ബൻഡ് ഉണ്ടാക്കി വെച്ചതുണ്ട്, നാട്ടുകാർ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ട്, ബാങ്കുകാരുടെ വിഷമങ്ങളുണ്ട്, പെൻഷൻ കിട്ടണമെങ്കിൽ ഇനി 3 മാസം 4 മാസമൊക്കെ എടുക്കും, മുന്നോട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മുറുക്കെ പിടിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വക്കീലിനോട് പറഞ്ഞു, വക്കീലെ 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. വക്കീൽ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ 20 ലക്ഷം രൂപ തരാതെ കണ്ട് അവർ കേസ് പിൻവലിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വക്കീലിനോട് പറഞ്ഞു, വക്കീലെ 20 ലക്ഷത്തിന് 20 രൂപ പോലും കൊടുക്കാൻ എൻ്റെ എനിക്ക് ഇപ്പം ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് വക്കീലെ എനിക്ക് വീട് വേണം എന്ന് പറഞ്ഞ്, എന്നിട്ട് ഞാൻ വീണ്ടും മാതാവിനോട് തന്നെ പറഞ്ഞു, മാതാവേ ഇനി മാതാവല്ലാതെ മറ്റാർക്കും എനിക്ക് ഈ വീട് തരാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഈ വീട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ അവരുമായിട്ട് സംസാരിച്ച് 3 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. 3ാമത്തെ ദിവസം ചെന്നപ്പോഴും അവർ ഈ പിടിയിൽ നിൽക്കുക. അവർ മുറുക്കി പിടിക്കും തോറും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം മുറുക്കി പിടിച്ചുകൊണ്ട് മാതാവിനോട് പറഞ്ഞു, എനിക്ക് വേണം, ഇത് അന്യായമായിട്ട് എൻ്റെ വീട് തട്ടിയെടുക്കുന്നതാണ്. 20,000-ന് ഒരുപാട് പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരിക്കൽ വന്ന് ഒരു വക്കീൽ വന്ന് പൈസ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും എനിക്കറിയത്തില്ല എന്തായിരുന്നു എന്നാണെന്ന്, അതുകൊണ്ട് ഇത് ചതിയാണ് മാതാവേ, എൻ്റെ വീട് എനിക്ക് വേണമെന്ന് പറഞ്ഞു.
മൂന്നാമത്തെ ദിവസം 3 മണിയായപ്പം വക്കീലുമായിട്ട് ചെല്ലാൻ പറഞ്ഞു. വക്കീലുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീ ഒരേ പിടുത്തത്തിൽ നിന്ന് അവർക്ക് 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നേച്ചും വീണ്ടും പോയി. വീണ്ടും ഞാൻ വന്നേച്ചും ഞാൻ വീണ്ടും പോയി വക്കീൽ വരുവാണെങ്കിൽ അവരൊപ്പിടാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ വക്കീൽ അന്നേരം ഗുമസ്തനെ പറഞ്ഞു വിട്ട് വക്കീലിന് വേറെന്തോ ആവശ്യമുള്ളതുകൊണ്ട് വക്കീൽ പോയി. വക്കീൽ വരുവാണെങ്കിൽ ഇടാം, ഇല്ല ഇന്ന് കഴിഞ്ഞ് അവർ ഇടത്തുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് മാതാവിനെ വിളിച്ച്, മാതാവേ വക്കീൽ എവിടെ ആണെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വക്കീലിൻ്റെ കോൾ വന്നു, കൃഷ്ണ നീ അവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ വന്ന് അതിൻ്റെ നിയമവശങ്ങളൊക്കെ അവരോട് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഈ വീട് അവരുടേതാണ്, ഇത് അന്യായമായതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അയാൾ പോലീസുകാരൻ പൈസ മേടിച്ചെടുത്തേന് ഇവരെന്ത് ചെയ്യാനാ, അവരുടെ കിടപ്പാടം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് തരില്ല, പൈസ കൊടുക്കണമെന്നുള്ള വാശിയിലിരുന്നു. ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് മൂർക്ക പിടിച്ചിരുന്ന് ഒരു സെക്കൻഡിനുള്ളിൽ അവരുടെ ഭർത്താവും മകളും കൂടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അമ്മേ ഒപ്പിട്ട് കൊടുക്കുക, ഇത് അന്യായമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഒപ്പിട്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീടും സ്ഥലവും അവരൊപ്പിട്ട് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, കുറച്ച് ചില്ലറ രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓടിപ്പോയി കുറേ ഫുഡ് വാങ്ങിച്ച്, അവർക്കിഷ്ടപ്പെട്ട ഫുഡാണെന്ന് അറിയാവുന്നുണ്ട്, അവരവിടെ പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാൻ ആ ഇഷ്ടപ്പെട്ട ഫുഡുകൾ കുറേ വാങ്ങിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് തരാൻ ഇതേ ഉള്ളൂ, ഇപ്പോൾ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് സ്വീകരിക്കണമെന്നും പറഞ്ഞ് അവർക്ക് കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് വിളി വന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് പണം അടച്ചിട്ടില്ല, 6 മാസമായിട്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ളതുകൊണ്ട് ഹസ്ബൻഡ് മരിച്ചു പോയാൽ ഇത് എഴുതി തള്ളാൻ പറ്റില്ല, ഇത് അടച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നെങ്കിൽ ഇത് എഴുതി തള്ളിപ്പോയാൽ, അതുകൊണ്ട് നിങ്ങൾ പൈസ കൊണ്ടുവന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 3.5 ലക്ഷം രൂപ എന്തോ അടയ്ക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, എനിക്ക് അടയ്ക്കാനും നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ കയ്യിലൊന്നുമില്ല, ആധാരം എനിക്ക് വേണം, ആധാരം വല്ല പണയപ്പെടുത്തിയിട്ട് വേണം മറ്റുള്ളവരെയൊക്കെ പിടിച്ചു നിർത്താനെങ്കിലും, അതുകൊണ്ട് എന്നെ സഹായിക്കണം. മാതാവ് പറഞ്ഞു എൻ്റെ ആധാരം മേടിച്ച് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്ന് അവരുമായി സംസാരിച്ച്, അപ്പോൾ അവർ പറഞ്ഞു അതൊരു കമ്മിറ്റി കൂടാനുണ്ട്, അപ്പോൾ അവർ പറയുന്ന എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ കയ്യിലില്ല, എനിക്ക് ഒതുങ്ങാൻ പറ്റാത്തതൊന്നും പറയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ച്. പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് ബാങ്കിൽ നിന്ന് മാഡത്തിൻ്റെ വിളി വന്ന് എന്നോട് പറഞ്ഞു, കൃഷ്ണ ഒരു 50,000 രൂപ അടച്ചോ, പെട്ടെന്ന് മക്കളെയും കൊണ്ടുവന്നിട്ട് ഒരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ആധാരമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീടിൻ്റെ ആധാരം എനിക്ക് തിരിച്ചു കിട്ടി. അതിനുശേഷം നാട്ടുകാരും കൂട്ടുകാരുമായ കടക്കാർ ഹസ്ബൻഡ് എഴുതി വെച്ചേക്ക കൂടുതൽ കടങ്ങൾ പൈസകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വന്നേച്ചും അത് ചോദിക്കാൻ തുടങ്ങി. നിൽക്കാൻ നിവർത്തിയില്ല, അവർ വഴക്ക് എന്ത് ചെയ്യണമെന്നും അറിയാൻ മേല. വീണ്ടും മാതാവിനെ വിളിക്കും, ഞാൻ ഇവിടെ വരും, മാതാവിനെ കാണും, കാര്യം പറയും, സങ്കടം പറയും, ഞാൻ പോകും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് പെൻഷൻ കിട്ടണേ 5-6 മാസം എടുക്കും. അപ്പോൾ പെൻഷൻ അന്വേഷിച്ച് അവിടെ ചെന്നപ്പം പെൻഷനിൽ നിന്ന് ഹസ്ബൻഡ് ലോൺ എടുത്തിട്ടുണ്ടെന്നറിഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് പെൻഷൻ എങ്ങനെയായാലും മാഡം 6 മാസം എടുക്കും, അതിൻ്റെ ഉള്ളിൽ കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസ് പൈസ ഒരു 1.5 ലക്ഷം രൂപയുണ്ട്, അത് കിട്ടണമെങ്കിലും 6 മാസം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കിലുള്ളവർക്ക് എന്നെ അറിയാം, എൻ്റെ സങ്കടങ്ങളും അറിയാം. അവരവർ ചേച്ചി ഞങ്ങളെ കൊണ്ടാകാവുന്ന ചേച്ചിയെ സഹായിക്കും, ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം. കാരണം സാറ് മരിക്കുന്നേക്കാൾ 1 മാസം മുമ്പാണ് സാറ് വന്ന് ആർക്കോ വേണ്ടിയിട്ടാണ് പെൻഷൻ ലോൺ എടുത്തു കൊടുത്തത്, അത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ആൾക്കാരെ ഞങ്ങൾക്ക് അറിയത്തില്ല ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സങ്കടവുമായിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി ഞാൻ അന്വേഷിക്കാൻ പോകുന്നത് നേരെ ഡൽഹിയിലേക്കാണ്, ആർമി ഹെഡ് ക്വാർട്ടറിലേക്ക് ഞാൻ വിളിക്കാൻ പോവുകയാണ്. മാതാവ് എൻ്റെ കൂടെ നിന്ന് എന്നോട് എൻ്റെ ഒപ്പം നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാശ് രൂപവും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഞാൻ
ഡൽഹിയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സർദാറാണ് ഫോണെടുത്ത് കഴിഞ്ഞ് പുള്ളിക്കാരനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരനോട് എന്നോട് പറഞ്ഞ് ആ ഇൻഷുറൻസിൻ്റെ പേപ്പർ കൊറിയറിൽ എത്രയും വേഗം അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അത് കൊറിയർ ചെയ്ത് അയച്ചു കൊടുത്ത്. മൂന്നാമത്തെ ദിവസം അവിടുന്ന് സർദാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേഡം അക്കൗണ്ടിലേക്ക് നോക്കൂ, പൈസ കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. പിന്നെ അയൽവക്കത്തിൽ നിന്ന് കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും ബഹളം വെച്ചിട്ട് വന്നവരാണെങ്കിലും അവരോട് വഴക്കിടാൻ നിൽക്കാതെ അവർ ചോദിച്ച പൈസ അവരുടെയൊക്കെ കൊടുത്ത് ഞാൻ നിർത്തി. പിന്നെ കുറേ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഈ സാധാരണ ബഹളം ഉണ്ടാക്കുന്നവരെയൊക്കെ പിടിച്ചു നിർത്താൻ എന്നെ മാതാവ് സഹായിച്ചു. ഈ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എവിടെ പോകണമെങ്കിലും ഓട്ടോ പിടിക്കണം, അല്ലേ കുട്ടികളുടെ സഹായം വേണം, കുട്ടികൾക്ക് ജോലിക്ക് പോകണം, അവർക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല, പെൻഷൻ്റെ കാര്യത്തിനായാലും എല്ലാം ഒരുപാട് ഓടണം. ആകെ ഒരു വിഷമം, ഇനിയും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുമ്പോൾ എന്താ ചെയ്യുകയെന്ന് ഓർത്തിട്ട് ഒരു വിഷമം തോന്നി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒന്ന് ഡ്രൈവിങ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തും ഞാൻ ചെയ്യാൻ നേരത്ത് ഇവിടെ വന്ന് ആ വാതിക്കേ നിന്നിട്ടായാൽ പോലും, ഇവിടെ തിരക്കാണെ ആരെയും ശല്യപ്പെടുത്താതെ വാതിക്കേ നിന്ന് മാതാവിനോട് കാര്യം പറയും, ഞാനങ്ങ് പോകും. ഞാൻ അവിടെ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഡ്രൈവിങ് പഠിക്കാനായിട്ടുള്ള ഒരു ഇത് വന്നു. അപ്പോൾ 2 ദിവസം പോയി, 3ൻ്റെ അന്ന് അവർ പറഞ്ഞ് ടെസ്റ്റ് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് എഴുതണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ തലേ ദിവസം രാത്രി പറയുന്ന മൊബൈലിൽ നോക്കി പഠിച്ചാൽ മതി, പിറ്റേ ദിവസം എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഈ മൊബൈലിൽ നോക്കിയിട്ട് പഠിക്കാൻ പറ്റേ ഈ ചിഹ്നങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ എന്നിങ്ങനെ മനസ്സിലോർത്തു. എന്നിട്ട് ഞാൻ ടെസ്റ്റിന് പോയി. ടെസ്റ്റിന് ചെന്ന് അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഡിഗ്രിക്കാരായ പിള്ളേരെല്ലാം ഫെയിലിയർ എന്നും പറഞ്ഞ് ഇറങ്ങി വരുന്നു. എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടറും അറിയാൻ മേല. അപ്പോൾ ഞാൻ വിഷമിച്ച്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊന്നും അറിയത്തില്ല, മാതാവിൻ്റെ അനുവാദത്തോടെ ഞാൻ വന്നിരിക്കുന്നത്, എന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജയിപ്പിച്ച് തരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കയറി, കാശി രൂപവും കൈ പിടിച്ചുകൊണ്ട് തന്നെ കയറി. എല്ലാവരും ടെസ്റ്റ് എഴുതുന്ന എനിക്ക് തന്നെ അറിയില്ല, എത്ര വേഗം ഞാൻ ടെസ്റ്റ് എഴുതിയെന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാവരേക്കാൾ മുമ്പേ ടെസ്റ്റ് എഴുതി പുറത്തും വന്ന്. അപ്പോഴത്തേക്ക് പോലീസുകാരൻ ചോദിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. നമ്മൾ കഴിഞ്ഞു, പാസ്സാണോ? നമ്മൾ അതെനിക്കറിയില്ല, എനിക്കങ്ങോട്ട് നോക്കാനുള്ള ഇതുപോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു പാസ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നും പോന്നു. അതിനുശേഷം എച്ചെടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എച്ചെടുക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ട്. സ്വപ്നം ഒരു മാതാവ്, ബ്ലൂ കോട്ടിട്ട മാതാവ് ഒരു വടിയും കുത്തിപ്പിടിച്ച് നടുവ് വേദന എടുക്കുന്നെന്നും പറഞ്ഞ് കരയുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോഴേക്കും ഞാൻ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഈ അമ്മച്ചി എന്ത് വേദന എടുത്ത് കരയും, നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ചെന്ന് പിടിക്കുന്നു. മറ്റുള്ളവരും വരുന്നു, അമ്മച്ചിയെ കൊണ്ടൊരു സ്ഥലത്ത് ഇരുത്തുന്നു. അത്രയും കണ്ട് ഞാൻ കണ്ണും തുറന്ന് എഴുന്നേറ്റ് വീണ്ടും ഞാൻ കൈയും മുഖം കഴിയും വീണ്ടും കിടന്നുറങ്ങി. രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഈ സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന്. ഞാൻ അന്നേരം ഓർത്ത് എൻ്റെ അമ്മ. പെട്ടെന്ന് ഞാൻ അമ്മയെ വിളിച്ച്, അമ്മ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലാന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ടെസ്റ്റിന് പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ടെസ്റ്റിന് പോയി എച്ചെടുത്തു. റോഡ് എടുക്കാനായിട്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു. എൻ്റെ ബ്രദറിൻ്റെതായിരുന്നു. ചേച്ചി ഒന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ വരെ വരണം. ഞാൻ ചോദിച്ചു എന്താണ്? അത് അമ്മയൊന്ന് വീണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ശരി. അപ്പം ഞാൻ സാറേ ഞാൻ റോഡ് പിന്നെ എടുത്തോളാം, ഞാനിപ്പോൾ എൻ്റെ അമ്മ വീണ് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ ദൂരം വന്നപ്പം എൻ്റെ സഹോദരൻ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി അമ്മയുടെ നട്ടലിന് പൊട്ടലുണ്ട്, അമ്മയെ വീട്ടിൽ കൊണ്ടുപോക്കൂ, പ്രായമായതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ കിടത്തിയാൽ മതിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ആകെ മൊത്തം വിഷമത്തിലായി. അവിടുന്ന് ഞാൻ എൻ്റെ അനിയത്തി പറഞ്ഞു അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഇരിക്കലേക്കാളും ഒന്നുകൂടെ അമ്മച്ചിക്ക് സൗകര്യം എൻ്റെ ഇരിക്കുകയായിരിക്കുമല്ലോ എന്ന് എനിക്കൊരു തോന്നൽ വന്ന് ഞാൻ അമ്മച്ചിയെ അവളോട് ചോദിച്ചിട്ട് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അമ്മയുടെ വേദനയും കിടപ്പും സങ്കടവും ഒക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്ത് പെട്ടെന്നാണ് മാതാവിൻ്റെ തൈലം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഓടിച്ചെന്ന് മാതാവിൻ്റെ തൈലം എടുത്ത് അമ്മയുടെ നടുവിനും ശരീരത്തും എല്ലാം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇരുന്ന് എനിക്കറിയാവുന്ന പോലെ കൊന്ത ചൊല്ലി. എൻ്റെ കണ്ണുനീര് കൊണ്ട് എൻ്റെ അമ്മയുടെ ശരീരം നനഞ്ഞിട്ടുണ്ട്. അന്നങ്ങനെ പോയി. പിറ്റേ ദിവസവും തൈലമിട്ട് ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി. 3ൻ്റെ അന്ന്
രാത്രി തൈലം ഇട്ടിട്ട് ഞാൻ പോയി കിടന്ന് കഴിച്ചിരിക്കുമ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ട് ഞാൻ വിശ്വ ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് അവിടെ വന്ന് നോക്കി. അപ്പം അമ്മ കട്ടിലേലില്ല, ബാത്റൂമിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ എങ്ങനെ പോകും ബാത്റൂമിൽ, അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. അപ്പം പെട്ടെന്ന് മനസ്സിൽ വന്നു മാതാവ് എൻ്റെ അമ്മേനെ എഴുന്നേൽപ്പിച്ച എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ഞാൻ നോക്കിയപ്പോൾ അമ്മ ഇന്ത്യൻ ക്ലോസറ്റില്ല. അപ്പം നട്ടലിന് പൊട്ടലുള്ള ഒരാൾക്ക് ഇന്ത്യൻ ക്ലോസറ്റിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ അവിടുന്ന് തിരിച്ച് വന്ന് കുരിശ് വരച്ച് മാതാവിനോട് നന്ദിയും പറഞ്ഞ് ഞാൻ കർത്താവിനോടും നന്ദി പറഞ്ഞ് അവിടെ ഇരുന്ന് ബൈബിളും ഇച്ചിരിയൊക്കെ വായിച്ച് നോക്കി. എന്നിട്ട് ഞാൻ അമ്മച്ചിയെ പോയി നോക്കി, കുഴപ്പമില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ ഹാളിൽ വന്നിരിക്കുന്ന ഞാൻ കാണുന്നത്. അപ്പം നടക്കാൻ പറ്റാത്ത അമ്മ ഹാളിൽ വന്നു. പിന്നെ ഇപ്പം എൻ്റെ അമ്മ പറമ്പ് മുഴുവൻ ഓടി നടക്കും. എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല. അത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഈ കടക്കാർ വന്നു കഴിഞ്ഞാൽ ഈ കടക്കാരുടെ ചില്ലറ കടങ്ങളെ നിർത്താനൊരു വഴിയുമില്ല. അങ്ങനെയാണ് എനിക്ക് വീണ്ടും ലോൺ വഴിയും മക്കൾ വഴിയൊക്കെ കുറച്ച് പൈസ ശരിയായി. കുറേ കൂടെ എനിക്ക് കടങ്ങൾ, അങ്ങനെ 5 ലക്ഷം രൂപ ആ കടങ്ങൾ തീർത്തു. 20 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞ പ്രമാണം 1 രൂപ പോലും കൊടുക്കാതെ എൻ്റെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. അതുപോലെ തന്നെയാണ് അവിടെ സൊസൈറ്റിയിൽ നിന്നും അവർ 3.5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞവിടെ വെറും 50,000 രൂപ കൊടുത്തിട്ട് മാതാവ് ആ ആധാരം എൻ്റെ കയ്യിൽ എനിക്കായി തന്നു. അത് പിന്നെ എനിക്കൊരു വണ്ടി ഓടിച്ച് പഠിക്കാനൊരു വണ്ടി എടുക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞാനൊരു വണ്ടി അന്വേഷിച്ച് സെക്കൻഡ് ഹാൻഡ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു 50,000 രൂപ സ്വരുക്കൂട്ടിക്കൊണ്ട് ഞാൻ എറണാകുളം ചേർത്തല എല്ലാം പോയി അന്വേഷിച്ച്. അപ്പോൾ എല്ലാം 3-4 ലക്ഷം രൂപയെങ്കിലും ഒക്കെ ഇല്ലാതെ പറ്റില്ല. അങ്ങനെ മനസ്സൊരു വിഷമിച്ച് നടന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് വണ്ടി ഓടിച്ച് പഠിക്കണം, മാതാവിൻ്റെ ഒരിക്കൽ വണ്ടി ഓടിച്ച് വരണം, എനിക്കുള്ള വണ്ടി എവിടെയാണോ അവിടെ കൊണ്ടുപോയി ഏതാണോ മാതാവ് കാണിച്ചു തരണം, നല്ലതും ചീത്തയൊന്നും നോക്കിയെടുക്കാൻ എനിക്ക് അറിയത്തുമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയത്. ഞാൻ അവിടെ എല്ലാം തിരക്കിയിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റാതെ തിരിച്ച് വിഷമിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ എന്ന് മാത്രം വിളിച്ചിട്ട് ഞാൻ തിരിച്ച് വരാനായിട്ടിരിക്കുമ്പോൾ എൻ്റെ ആങ്ങളയുടെ മകളുടെ ഒരു കോള് വരുന്നു. ഹുണ്ടായി എന്നാണ് വിളിച്ചിട്ട് പറഞ്ഞു അപ്പം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വണ്ടി അന്വേഷിച്ചാൽ കിട്ടിയിലടി വെച്ചതെന്ന്. അപ്പോൾ അപ്പം ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയേ പുതിയ വണ്ടിയൊന്നും നമുക്ക് പറ്റത്തില്ലപ്പാന്ന് പറഞ്ഞു. അല്ല വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് വീണ്ടും പറഞ്ഞു, കാശുരൂപത്തെ നോക്കിക്കൊണ്ട് തന്നെ പറയും, മാതാവേ ഇതിലേതാണ് എൻ്റെ വണ്ടി, ഏതാണ് എനിക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ആഷ് കളറിലെ ഒരു വണ്ടി, ആ വണ്ടിയുടെ അരികെ കൊണ്ടുപോയി എന്നെ നിർത്തി. അവർ ചോദിച്ച് വണ്ടി കയറിയിരുന്നു നോക്കാൻ പറഞ്ഞ് ഞാൻ വണ്ടി കയറിയിരുന്നു നോക്കി. വണ്ടി നിയോസ് i10 ആണ്. എനിക്കിഷ്ടപ്പെട്ടു വണ്ടി. പക്ഷെ ഇതെങ്ങനെ എടുക്കുമെന്നുള്ള ചിന്ത. വീണ്ടും മാതാവിനെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ആ പൈസയിൽ ബാക്കി ലോണാക്കി തരാം, വണ്ടി തരാം, അത് 9,90,000 ചില്ലറ എന്തോ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ തീരുമാനം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടി എനിക്ക് തന്നു മാതാവ്. അതിനുശേഷം എൻ്റെ വീട്ടിൽ ഒരു സംഭവം നടന്ന് വീട്ടിലെല്ലാവരും, എൻ്റെ ഒരു ബന്ധുവും ഉണ്ട്, അടുക്കളയിൽ ചായ എടുക്കാനായിട്ട് അവൻ ചായ എടുക്കാൻ അടുക്കളയിലേക്ക് വരുന്നു. ഞാൻ അവിടുന്ന് അടുപ്പയിൽ എന്തോ വെക്കാനായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മക്കളും നിൽപ്പുണ്ട്. അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് എൻ്റെ 2 കാലും പെട്ടെന്ന് സ്ലിപ്പായപ്പോൾ എൻ്റെ തല ചെന്ന് ഒന്നെങ്കിൽ സ്ലാവിലടിക്കും അല്ലെങ്കിൽ ടൈലിലടിച്ച്, എന്തായാലും ഉറപ്പായൊരു വീഴ്ച. അവർക്കാർക്കും എന്നെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ടും അവരെല്ലാം കാറിക്കൊണ്ട് കണ്ണടച്ച്. ഞാൻ മറിഞ്ഞപ്പോഴേ മനസ്സിലായി. ഞാൻ അപ്പോൾ ഉടനെ വിളിച്ച് എൻ്റെ മാതാവേന്ന് നീട്ടി ഒരു വിളി മാത്രം വിളിച്ച് ഞാൻ താഴെ വീണു. എൻ്റെ കൈ, പക്ഷെ ഞാൻ 2 കൈയും പൊക്കി മലന്നാണ് വീണത്. പക്ഷെ എൻ്റെ കൈയുടെ വെള്ള 2ഉം താഴെ വന്ന് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ബന്ധു എൻ്റെ തല പൊട്ടിത്തെറിച്ചു എന്ന് മനസ്സിലായി. ഞാനില്ല എന്ന് മനസ്സിലായപ്പോൾ പേടിച്ചിട്ട് ഒരു കണ്ണടച്ച് പിടിച്ചേച്ചു, ഒരു കണ്ണുകൊണ്ട് അവനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവൻ പറയുന്നു 1 ഇഞ്ച് വ്യത്യാസത്തിൽ എൻ്റെ തലയും പൊങ്ങി നിൽക്കുന്നു, എൻ്റെ നടുവും പൊങ്ങി നിൽക്കുന്നു, എൻ്റെ കൈയും കാലും മാത്രമാണ് താഴെ അടിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് വേദനയുണ്ട്, എവിടെയാണെന്നറിയില്ല. ഞാൻ എഴുന്നേക്കണോ അനങ്ങണോ എനിക്കൊന്നും അറിയാൻ മേല. ഞാൻ പതുക്കെ അവിടെ കിടന്ന് അനങ്ങി നോക്കി, മാതാവേ
എന്ന് വിളിച്ച്. പക്ഷേ ഞാൻ പതുക്കെ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ 2 കൈയും മുഴുവൻ ചതഞ്ഞ് കറുത്തിരുണ്ടിരിക്കുന്നു. അതിൻ്റെ വേദനയായിരുന്നു എനിക്ക്. ഞാൻ വന്ന് തൈലം തേച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതും മാറി. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും അതിശയമായി. അയ്യോ, ഇതെന്താണ് ഇങ്ങനെയെന്നുള്ള ഒരു ഇതെല്ലാവർക്കും, അവർക്കിപ്പോഴും എന്നെ പേടിയുണ്ട്. എന്നെ എന്തെങ്കിലും പറയാൻ നേരത്ത് അവർ പറയും മാതാവുണ്ട് എന്നൊരു പേടി ഇപ്പോൾ പൊതുവേ അവർക്കെല്ലാവർക്കും വന്നിട്ടുണ്ട്. എന്നോട് എന്തെങ്കിലും പറയാൻ വരുമ്പോൾ തന്നെ ആ ഒരു പേടി അവർക്ക് വന്നു. വിശ്വാസം